നമസ്കാരം. നമ്മുടെ ഫാർമസി ലോബി സൂപ്പർമാർക്കറ്റ് ഒരു സാധാരണ കടയല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ബ്രീഫിംഗിൽ ഒരു ഫാർമസി മാനേജർ എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ സുവർണ്ണ മാനദണ്ഡങ്ങൾ അഥവാ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെ മികച്ചതാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ അജണ്ട വളരെ വ്യക്തമാണ്. പെർഫോമൻസ് ഗോളുകൾ, ഡെയിലി ഡ്യൂട്ടീസ്, കസ്റ്റമർ അപ്രോച്ച്, നൈറ്റ് ഷിഫ്റ്റ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 6 സ്റ്റെപ്പ് ഹാൻഡ് ഓവർ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. സെക്ഷൻ 1: പെർഫോമൻസ് ഗോളുകളും KPIകളും. നമ്മുടെ ലോബിയിലെ വിജയം എങ്ങനെ നിർവചിക്കാമെന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ ഫ്ലോറിലെ വിജയം നമ്മൾ എങ്ങനെയാണ് അളക്കുന്നതെന്ന്? വെറുതെ സാധനങ്ങൾ വിൽക്കാൻ മാത്രമല്ല കാര്യം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും രോഗികളുടെ ആരോഗ്യത്തെയും നമ്മുടെ ഫാർമസിയുടെ വിജയത്തെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും ഇവിടെ വളരെ നിർണായകമാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഇതാണ്: 99%. എന്താണ് ഈ 99%? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 80 ഉൽപ്പന്നങ്ങൾ എപ്പോഴും, ഞാൻ ആവർത്തിക്കുന്നു, എപ്പോഴും ഷെൽഫിലുണ്ടായിരിക്കണം. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഷെൽഫ് കണ്ടാൽ അത് വെറും ഒരു ഷെൽഫല്ല, നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു രോഗിയെ സഹായിക്കാനുള്ള വലിയൊരു അവസരമാണ് നമ്മളവിടെ നഷ്ടപ്പെടുത്തുന്നത് എന്നോർക്കുക. അടുത്തത് നമ്മുടെ ക്ലീൻലിനെസ് സ്കോറാണ്. 5ൽ കുറഞ്ഞത് 4.5 പോയിന്റെങ്കിലും നമ്മൾ നേടിയിരിക്കണം. ഉൽപ്പന്നങ്ങളുടെ ലേബലുകൾ കസ്റ്റമർക്ക് കാണാൻ പാകത്തിൽ മുൻവശത്തേക്ക് വയ്ക്കുക, തര എപ്പോഴും ക്ലീനായിരിക്കുക, എക്സ്പയറി കഴിഞ്ഞ ഒരു സാധനം പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പ്രീമിയം ലുക്ക് നൽകുക മാത്രമല്ല, രോഗികൾക്ക് നമ്മളോടുള്ള വിശ്വാസം 100 ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി സെയിൽസിന്റെ കാര്യം നോക്കാം. ഫാർമസിയുടെ ആകെ വരുമാനത്തിൽ 20% നമ്മുടെ ഈ സൂപ്പർമാർക്കറ്റിൽ നിന്നാണ് വരേണ്ടത്. അതിൽ തന്നെ 40% OTC മരുന്നുകളാണ്, പിന്നെ 25% വെൽനസ് ഉൽപ്പന്നങ്ങളും, ബാക്കി പേഴ്സണൽ കെയർ, ബേബി കെയർ എന്നിവയും വരും. ഇത് കാണിക്കുന്നത് നമ്മൾ എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ്. സെക്ഷൻ 2: ദൈനംദിന ചുമതലകളും ഫീഫോ രീതിയും, ദ മെക്കാനിക്സ് ഓഫ് എക്സലൻസ്. ഒരു മെർച്ചൻഡൈസർ എന്ന നിലയിൽ നിങ്ങളുടെ പ്രധാന ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം എക്സ്പയറി തീയതികൾ നോക്കി ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ സ്റ്റിക്കറുകൾ ഒട്ടിക്കുക എന്നതാണ്. ഷെൽഫിലെ സാധനങ്ങൾ 30%-ൽ താഴെയായാൽ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ തന്നെ മെയിൻ ഫാർമസിയിൽ അറിയിച്ച് സ്റ്റോക്ക് നിറയ്ക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, സാധനങ്ങൾ കുത്തി നിറച്ചു വെക്കരുത്. ഒരു 80% മാത്രം നിറച്ച് ആ ഒരു സ്പേസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കൃത്യമായ സോൺ ബോർഡുകൾ വെക്കുന്നതിനൊപ്പം ഈ പ്രീമിയം ലുക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കണം. സാധനങ്ങൾ കുത്തിനിറച്ച് വെക്കാനോ പേന കൊണ്ട് വില എഴുതി ഒട്ടിക്കാനോ പാടില്ല. എല്ലാം പ്രിന്റഡ് ആയിരിക്കണം. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഇനി നമ്മൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ഫിഫോ അഥവാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രോട്ടോക്കോൾ. ഇതിന്റെ റൂൾ വളരെ സിമ്പിളാണ്. പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നിലവിലുള്ള പഴയ സാധനങ്ങൾ ഷെൽഫിന്റെ മുൻവശത്തേക്ക് നീക്കിവെക്കുക. പുതിയ സ്റ്റോക്കുകൾ എപ്പോഴും പഴയതിനു പുറകിൽ മാത്രമേ വെക്കാവൂ. ലേബലുകളെല്ലാം കൃത്യമായി കാണുന്ന രീതിയിൽ വേണം അടുക്കി വെക്കാൻ. പുതിയ സാധനങ്ങൾ ഒരിക്കലും പഴയതിനു മുൻപിൽ വെക്കരുത്. ഇത് വളരെ വളരെ നിർണായകമാണ്. സെക്ഷൻ 3: കസ്റ്റമർ അപ്രോച്ച് അഥവാ ഗൈഡിംഗ് വിത്ത് എംപതി. നമ്മൾ എങ്ങനെ കസ്റ്റമേഴ്സിനോട് ഇടപഴകണമെന്നാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ സൂപ്പർമാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് 10 സെക്കൻഡ് റൂൾ. ആരെങ്കിലും ഡോറ് കടന്ന് ഉള്ളിലേക്ക് വന്നാൽ ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ അവരെ വിഷ് ചെയ്തിരിക്കണം. ഗുഡ് മോർണിംഗ്, ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് ചോദിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അവരിലായിരിക്കണം. ഇനി എന്താണ് എത്തിക്കൽ അപ്സെല്ലിംഗ് എന്ന് നോക്കാം. ഒരാൾ വന്ന് കഫ് സിറപ്പ് ചോദിക്കുമ്പോൾ അവർക്ക് വിറ്റാമിൻ സി സജസ്റ്റ് ചെയ്യുന്നതാണ് എത്തിക്കൽ അപ്സെല്ലിംഗ്. അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് സ്ട്രിപ്പ് വാങ്ങുന്നയാൾക്ക് ഒരു ക്യാരി കേസ് കൂടി വേണോ എന്ന് ചോദിക്കാം. പക്ഷെ ഓർക്കുക, നമ്മൾ ഡോക്ടർമാരല്ല. മരുന്നുകളുടെ ഡോസ് പറഞ്ഞുകൊടുക്കാനോ ഫാർമസിസ്റ്റ് ഇല്ലാതെ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ കൊടുക്കാനോ നമുക്ക് അധികാരമില്ല. ആ അതിർവരമ്പ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. സെക്ഷൻ 4: നൈറ്റ് ഷിഫ്റ്റ് പ്രോട്ടോക്കോളുകൾ. 24 മണിക്കൂർ ഓപ്പറേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. രാത്രി 11 മണി മുതൽ രാവിലെ 8:30 വരെയുള്ള ആ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. 11 മണിക്ക് ഡ്യൂട്ടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓരോ 2 മണിക്കൂറിലും കൃത്യമായ സെക്യൂരിറ്റി റൗണ്ട്സ് നടത്തണം. പിന്നെ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ഷെൽഫുകളിൽ സ്റ്റോക്ക് നിറയ്ക്കുന്ന ജോലികൾ തുടങ്ങണം. എങ്കിലേ 8:30 രാവിലെയുള്ള സ്റ്റാഫ് വരുമ്പോൾ അവർക്ക് കൃത്യമായി ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റൂ. ഈ നിശബ്ദമായ സമയങ്ങളിലാണ് ശരിക്കും നമ്മുടെ ഫാർമസിയുടെ യഥാർത്ഥ കരുത്ത് നമ്മൾ കാണിക്കുന്നത്. രാത്രിയിൽ ചിലപ്പോൾ അടിയന്തര സാഹചര്യങ്ങൾ വന്നേക്കാം. അതിനൊരു എമർജൻസി പ്ലേബുക്ക് തന്നെയുണ്ട് നമുക്ക്. പാരസെറ്റമോൾ പോലെയുള്ള സാധാരണ മരുന്നുകൾ ചോദിച്ചാൽ കൊടുത്തു ബിൽ ചെയ്യാം. എന്നാൽ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ ചോദിച്ചു വന്നാൽ
സ്വന്തമായി തീരുമാനമെടുക്കരുത്. ഉടൻ തന്നെ ഓൺ കോൾ ഫാർമസിസ്റ്റിനെ വിളിക്കണം. ഇനിയിപ്പോ കസ്റ്റമർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ നിന്നാൽ അവരോട് തർക്കിക്കാൻ പോവണ്ട, നേരെ സെക്യൂരിറ്റിയെ വിളിക്കുക. അതുപോലെ ഫ്രിഡ്ജിനോ മറ്റുപകരണങ്ങൾക്കോ തകരാറ് വന്നാൽ സ്വയം നന്നാക്കാൻ നിൽക്കാതെ മാനേജറെ വിവരമറിയിക്കുക. സെക്ഷൻ 5 6 ഘട്ടങ്ങളുള്ള ഹാൻഡ് ഓവർ. ഷിഫ്റ്റുകൾ തമ്മിലുള്ള ഏറ്റവും നിർണായകമായ ഒരു പ്രക്രിയ. എന്താണ് ഈ സീംലെസ് ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ? സ്റ്റോക്ക് എത്രയുണ്ട്, ഇനി എന്തൊക്കെ തീർക്കാനുണ്ട്, ലോബി ക്ലീൻ ആണോ എന്നൊക്കെ ഡ്യൂട്ടി മാറുന്ന ആളും വരുന്ന ആളും ഒരുമിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതാണ് ഇത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയാൽ ആ ഹാൻഡ് ഓവർ ഒരു പരാജയമാണെന്ന് തന്നെ പറയേണ്ടിവരും. നിർബന്ധമായും പാലിക്കേണ്ട 6 ഹാൻഡ് ഓവർ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. രണ്ടുപേരും ഒന്നിച്ച് എല്ലാ സോണുകളിലൂടെയും നടന്ന് കാണുക. 2. കാലിയായ ഷെൽഫുകളുടെ വിവരം രജിസ്റ്ററിൽ എഴുതുക. 3. ലോബിയും കൗണ്ടറും ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. 4. ക്യാഷ് എണ്ണി നോക്കി ബില്ലിംഗ് കൈമാറുക. 5. ബാക്കിയുള്ള ജോലികൾ എന്തൊക്കെയെന്ന് വ്യക്തമായി ലിസ്റ്റ് ചെയ്യുക. 6. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേരും രജിസ്റ്ററിൽ ഒപ്പിടുക. വരുന്ന സ്റ്റാഫ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒപ്പിടാതെ ഡ്യൂട്ടി കഴിയുന്ന ആൾക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ. നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ജോലിയുടെ സ്വാധീനം എന്താണെന്നും നിങ്ങളുടെ പരിധികൾ എന്താണെന്നും എപ്പോഴും ഓർക്കുക. കാരണം സെയിൽസ് കൂട്ടുന്നത് എത്ര പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് രോഗികളുടെ സുരക്ഷയും നിയമങ്ങൾ പാലിക്കുന്നതും. ആ ഒരു അതിരിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് നമ്മുടെ 99% ഷെൽഫ് അവൈലബിലിറ്റി എന്ന ടാർഗറ്റ് നേടാൻ നിങ്ങളുടെ ഷിഫ്റ്റിന് സാധിക്കുമോ? ഉറപ്പായും സാധിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയത്നമാണ് നമ്മുടെ വിജയം. ഇന്നത്തെ ഈ ബ്രീഫിംഗിൽ പങ്കെടുത്തതിന് നന്ദി. എല്ലാവർക്കും മികച്ചൊരു ഡ്യൂട്ടി ആശംസിക്കുന്നു.